BJP വിരുദ്ധത കുത്തിനിറച്ച മലയാള ദിനപത്രങ്ങളും കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും ഒരു പരിധിയിലധികം വായിക്കുകയും കാണുകയും ചെയ്യുന്നവർക്ക് അരവിന്ദ് കെജ്രിവാൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയേക്കുമെന്ന് വരെ തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ്. അഴിമതി കേസിൽ പ്രതിയായി ആഴ്ചകളായി തീഹാർ ജയിലിലേക്ക് കഴിയവേ ഇടക്കാല ജാമ്യം നേടി പുറത്തിറങ്ങിയ കെജ്രിവാളിനെ ചുമലിലേറ്റി നടക്കുന്ന ചില മലയാള മാധ്യമങ്ങളെ കാണുമ്പോൾ സഹതാപമാണ് വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരാളിയായി അരവിന്ദ് കെജ്രിവാളിനെ അവർ പ്രതിഷ്ഠിക്കുന്നു. ആം ആദ്മി പാർട്ടി രാജ്യത്തെ അധികാരത്തിലെത്തുമെന്നും കെജ്രിവാൾ പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുമുള്ള പ്രതീതി സൃഷ്ടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് നിരാശരാകുന്നത്. 2019 രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചവരാണ് ഈ മാധ്യമങ്ങളെന്ന് ഓർക്കണം. നെഹ്റു കുടുംബത്തിന്റെ സ്വന്തം മണ്ഡലമായ അമേഠിയിലും തോറ്റ് ന്യൂനപക്ഷ വോട്ട് ബാങ്കിന്റെ സുരക്ഷിത കേന്ദ്രമായ വയനാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടെത്തിയ രാഹുൽ ഗാന്ധിയുടെ ദേശീയ രാഷ്ട്രീയത്തിലെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ഡൽഹിയിലും പഞ്ചാബിലും മാത്രം വോട്ടുകളുള്ള ആപ്പിന്റെ നേതാവിന് വേണ്ടി ആർത്തു വിളിക്കുന്ന പല മലയാള മാധ്യമ പ്രവർത്തകരും വാളയാറിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയത്തെപ്പറ്റി യാതൊരു ധാരണയുമില്ലാത്തവരുമാണ്. അണ്ണാ ഹസാരയുടെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ പിൻപറ്റി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ രാജ്യത്തെ രാഷ്ട്രീയ രംഗം ശുദ്ധീകരിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് സിവിൽ സർവീസ് രാജിവെച്ചെത്തിയ ആളാണ്. 2013 ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ അത്ഭുത പ്രതിഭാസമായി ആം ആദ്മി പാർട്ടി മാറിയത് അഴിമതിക്കെതിരായ സന്ധിയില്ലാത്ത നിലപാടുകൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ്. എന്നാൽ 10 വർഷങ്ങൾക്കിപ്പുറം കോടികളുടെ അഴിമതി കേസിൽ തീഹാർ ജയിലിൽ നിന്നിറങ്ങി തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തേണ്ട ഗതികേടിലാണ് അരവിന്ദ് കെജ്രിവാളും പാർട്ടിയും. രാജ്യ തലസ്ഥാനത്തെ ജനങ്ങളോട് ഇക്കാര്യങ്ങളെല്ലാം താഴെത്തട്ടിൽ വിശദീകരിക്കാൻ ആപ്പ് നേതൃത്വം വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. യാഥാർത്ഥ്യം ഇതെന്നിരിക്കെയാണ് മലയാള മാധ്യമങ്ങളുടെ കെജ്രിവാൾ പ്രേമം പരിഹാസ്യമാവുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. രാഷ്ട്രീയത്തിലെ അഴിമതി തുടച്ചു നീക്കി ശുദ്ധീകരിക്കാനാണ് പാർട്ടിയുടെ ചിഹ്നമായി ചൂൾ തിരഞ്ഞെടുത്ത ആപ്പിന് ജനപിന്തുണ ലഭിക്കുക സ്വാഭാവികമാണ്. എന്നാൽ 10 വർഷങ്ങൾക്കിപ്പുറം അഴിമതി കേസിൽ ആപ്പിന്റെ നിരവധി നേതാക്കൾക്ക് ജയിലുകളിൽ കഴിയേണ്ടി വന്നത് അവരുടെ വിശ്വാസ്യതയെ ബാധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് കേസിൽ ഏറ്റവും അവസാനം ജയിലിലേക്ക് പോയത്.